ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുന്നിക്കുരുവോളം പോലും ഞാൻ ആഗ്രഹിക്കാറില്ല. എന്നാലും എവിടേക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും കുട്ടികൾ പോകുമ്പോൾ ഞാൻ വിളിക്കുമ്പോഴും ഞാൻ പോകാറില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെയുണ്ട്. ഉച്ചയ്ക്കൊക്കെ ആ സമയത്തൊക്കെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം, പെൻസിൽ എടുക്കണം. പിന്നെ ഉച്ചയ്ക്ക് പൊതുവെ ചോറിനത്തിരി മടിയാണ്. അപ്പോൾ അത് കാരണമൊക്കെ ഞാൻ എൻ്റെ യാത്രകൾ അല്ലെങ്കിൽ എനിക്ക് വേണ്ട എൻ്റേതായ കാര്യങ്ങൾ എല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കുക പതിവ്. ഉച്ചയ്ക്ക് ശേഷം പിന്നെയും എങ്ങോട്ടെങ്കിലും പോകാം. കാരണം അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ കൊടുത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം അമ്മ കുറച്ച് സമയം കിടക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ 4:30ക്ക് ഒരു ചായയൊക്കെ കൊടുത്ത് എന്തെങ്കിലും സ്നാക്സ്, ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുക വെച്ചാൽ അങ്ങനെ ഒക്കെ കഴിച്ചാൽ ഷുഗർ കുറയില്ല. അല്ലെങ്കിൽ അതൊക്കെ കഴിക്കും, ചോറുണ്ണാനല്ലേ മടിയുള്ളൂ. അപ്പോൾ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സമാധാനം വെച്ചിട്ട് ഞാൻ പോയിട്ടല്ല, എന്നാലും നമുക്ക് പോകാൻ ഒരു സമാധാനത്തോട് കൂടിയിട്ട് പോകാമെന്ന് മാത്രം. അപ്പോൾ ഇതേ കലാമണ്ഡലം വഴിക്ക് നമ്മൾ കുട്ടികൾക്ക് ഒറ്റപ്പാലം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ എന്നെ കൂട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. ഇന്ന് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരാണ് കേട്ടോ. അപ്പോൾ ഈ കലാമണ്ഡലം കഴിഞ്ഞ ഒരു പാലമുണ്ട്, പാലത്തിൻ്റെ അവിടെയാണ് ചെറുതുരുത്തി സ്കൂൾ. അതിൻ്റെ ബാക്കിലായിട്ടാണ് കോഴിമാമ്പറമ്പ് ക്ഷേത്രം വരുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ആ വഴി കൂടെ പോകുമ്പോൾ, റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അമ്പലം കാണാമായിരുന്നു. ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന കാരണം കൊണ്ട് നമുക്ക് അമ്പലം കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെയാണ് കോഴിമാമ്പറമ്പ് അമ്പലത്തിലേക്ക് പോവുക. ഈ വഴി കൂടെയാണ് കേട്ടോ. താഴെ നമ്മൾ മുകളിൽ റോട്ടിൽ കൂടെ പോകുന്നത്. അപ്പോൾ താഴെ ഇങ്ങോട്ട് ഇടത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞ് പോകേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ് പോകുന്നത്. ഈ ഇടത്തോട്ട് പോകുന്ന വഴി കൂടെ പോയാലാണ് അമ്പലത്തിലേക്ക് പോവുക കേട്ടോ. അപ്പം ഞങ്ങളവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കണ്ട് ആന ഇറക്കുന്നുണ്ടായിരുന്നു ലോറിയിൽ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ആന ലോറിയിൽ ഇതാ വരുന്നു. അപ്പോൾ അത് ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം. ഇനി ഇങ്ങനെ പോകുന്ന വഴിക്ക് ചെറുതുരുത്തി സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ഒരു ഗണപതിയുടെ അമ്പലമുണ്ട് കേട്ടോ. അതെന്തോ എനിക്ക് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ തൊഴാൻ ഭയങ്കര ഒരു ഇതാണ്, മനസ്സുകൊണ്ട് അവിടേക്ക് ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് ശ്രീ സിദ്ധി വിനായക ക്ഷേത്രം എന്നുള്ളതാണ് കേട്ടോ പേര്. അപ്പോൾ ഗണപതിയുടെ ഉണ്ട് കാണുന്നത്. അവിടെ തിരക്കുണ്ട്, ഈ സമയത്തൊക്കെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോഡിലും തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് വെള്ളത്തോൾ മ്യൂസിയമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഴമയുടെ ഒരു ഇത് അല്ലേ. അന്നൊക്കെ ഇനി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ നാമാവശേഷം ആകും എന്ന് പറഞ്ഞ പോലെ ആകും. പിന്നെ ഞങ്ങൾ വെള്ളത്തോൾ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ചെറിയതായിട്ടൊരു ബ്ലോക്ക്. അപ്പോൾ അവിടെ പന്തൽ കണ്ടു, ഭാരതപ്പുഴയുടെ പാലത്തിൻ്റെ അവിടേക്ക് എത്തണതിൻ്റെ അവിടെ പന്തൽ കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ പാമ്പാടി രാജൻ എന്ന് പറഞ്ഞ ആനയ്ക്ക് പൂവൊക്കെ ഇട്ടിട്ട് അതുപോലെ അവിടെ കുറച്ച് പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതുകൊണ്ടാണ് അവിടെ ബ്ലോക്ക് വന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആൾക്കാരിങ്ങനെ നിർത്തുക തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എടുത്തു. ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ആനയെ കാണുന്നതും അതുപോലെ പൂരത്തിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുന്നതും കേട്ടോ. എവിടേക്ക് ഞാൻ പോയിട്ടില്ല. പൊതുവേ ആനപ്പൂരം എന്ന് പറഞ്ഞപ്പോൾ പേടിയാട്ടോ. ആനയെ കണ്ട എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ ആന ഞങ്ങളവിടെ എത്തണ സമയത്ത് ഈ പഞ്ചവാദ്യമൊക്കെ കഴിഞ്ഞു. ആനയുടെ മേലേക്ക് അവർ പൂവൊക്കെ ഇട്ടതിന് ശേഷം ആന പെട്ടെന്ന് തിരിഞ്ഞ് നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞ് വരിക കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മുടെ കാറിൻ്റെ ബാക്കിൽ തന്നെയാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആന വരുന്നുണ്ട് പിന്നില്ലേന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് വരണത് കേട്ടോ. അപ്പോൾ ആനപ്രേമികൾക്കും അതുപോലെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലാത്തവർക്കും നാട്ടിൽ എല്ലാവർക്കും ഒരു ആഘോഷം തന്നെയാണല്ലേ. വെടിക്കെട്ടും അതുപോലെ തന്നെ ആന എന്ന് പറഞ്ഞാൽ എനിക്ക് ആനയെ പേടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ പൂരങ്ങൾക്ക് ഈ ആന ചൂട് കൊണ്ട് ഇങ്ങനെ ഓട്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ. പിന്നെ കണ്ടോ നമ്മുടെ ചെറുതുരുത്തി പാലത്തും കൂടെ പോകുമ്പോൾ പഴയ കൊച്ചിൻ പാലം അതവിടെ ഇങ്ങനെ ഇടിഞ്ഞ് വീണ് കിടക്കുകയാണ്. പഴയതെല്ലാം നാമാവശേഷമായിക്കൊണ്ടിരിക്കുക. അതിന് ആദ്യം എന്തെങ്കിലും ഒരു വീഴ്ച വീഴുന്ന സമയത്തൊക്കെ നേരെയാക്കി കഴിഞ്ഞു വെച്ചാൽ അതൊക്കെ നന്നായിട്ട് ഇരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാം ഒരു ഓർമ്മയാണ്. കൊച്ചിൻ പാലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓർമ്മ തന്നെയാണ് അല്ലേ. അപ്പോൾ ഓരോന്നും അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഓരോന്നും ഒരു ഓർമ്മയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലെത്തി. റോയൽ സിൽക്സ് എന്ന് പറഞ്ഞ ഈ കടയിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. ഇവിടെ തുണിക്കട മാത്രമല്ല, വെജിറ്റബിൾസ് ഉണ്ട്, പലചരക്കുകളുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് റിലാക്സേഷനായിട്ട് എന്താ അവിടെ അറ്റത്തെ കറുപ്പത് കാണുന്നില്ലേ, മസാജ് ചെയ്യുന്നത് പോലത്തതാണ് കേട്ടോ. അവിടെ അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കടയാണ്. അപ്പോൾ നമ്മൾ ആ കടയിലൊക്കെ പോയി തിരിച്ച് വന്നു. വരണ വഴിക്ക് ഇത് മായന്നൂർ പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതുരുത്തി വഴിക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇനി ബ്ലോക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മായന്നൂർ പാലം വഴി തൊഴുപ്പാടം വഴിക്കാണ് വരുന്നത്. ഇത് തൊഴുപ്പാടം ഭാഗമാണ് തോന്നുന്നു കേട്ടോ. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. വലത്തോട്ട് തിരിഞ്ഞ തൊഴുപ്പാടം റോഡും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മായന്നൂർ കൂടിയാണ് പോണത് കേട്ടോ.
അപ്പോൾ നോക്കൂ, പഴമയുടെ ഭംഗി എന്ന് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, എല്ലാം ഓടിട്ട വീടുകൾ, അപൂർവം ഒന്നോ രണ്ടോ മാത്രം അവിടെ ടെറസ് കാണാനുള്ളൂ. അതുപോലെ ഒരു കനാലാണെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓടിട്ട വീടുകൾ പണ്ടത്തെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, നമ്മൾ നാടിന് വികസനം വേണം വികസനം വേണം എന്ന് പറഞ്ഞ് നമ്മൾ പൊരുതി നേടിയൊക്കെ ചെയ്തു. പക്ഷേ വികസനം വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ നന്മകൾ അല്ലെങ്കിൽ പഴയ നാട്ടിൻ പുറത്തെ രീതികളെല്ലാം മറയാണ് ചെയ്യുന്നത് അല്ലേ. പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ട് പാടവരമ്പത്ത് കൂടെ ഒക്കെ നടന്നു പോയിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ നമുക്ക് എന്തിനും ഏതിനും പേടിക്കണം അല്ലേ. മനുഷ്യനെ അടക്കം നമ്മൾ നന്നായിട്ട് പേടിക്കണം. അപ്പോൾ ഓട് വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ്. അതുപോലെ പാമ്പുകളും കാര്യങ്ങളൊക്കെ പണ്ടൊക്കെ പറയും സിമെൻറ്റിട്ട നിലത്ത് കൂടെ പാമ്പ് ഇഴയില്ല എന്ന്. ഇന്ന് സിമെൻറ്റിട്ട നിലത്ത് കൂടെയും പാമ്പ് ഇഴയും. അതുപോലെ തേച്ച ചുമരിൽ കൂടെ ഇഴയില്ല എന്ന് പറയും. ഇന്ന് അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട് വീടാകുമ്പോൾ അതൊരു പേടിയാണ്. പിന്നെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, പൂച്ചകളും ഒക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കി നോക്കുമ്പോൾ പാടങ്ങളിലും നമ്മൾ വരമ്പുകളിലൂടെ പോയിട്ട് ഒരു വീടുകൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ ഉള്ള വീടുകൾ അല്ലേ. അപ്പോൾ ആ വീടുകളൊക്കെ ഇന്ന് കാണാനില്ല. എവിടെയെങ്കിലും അപൂർവം ഒന്നോ രണ്ടോ വീടുകളുണ്ട്. പക്ഷേ ആ വീടുകളെല്ലാം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അങ്ങനത്തെ വീടുകൾ താല്പര്യമില്ല. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, ഇല്ല എന്ന് പറയണില്ല. അപ്പോൾ അങ്ങനത്തെ ആ കാഴ്ചകളും അല്ലെങ്കിൽ ആ ഗ്രാമീണ ഭംഗികളും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ റോട്ടിൽ കൂടെ വന്നപ്പോൾ ഇങ്ങനത്തെ വീടുകൾ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആ പഴമയിലേക്ക് എത്തിപ്പെട്ടതുപോലെ തോന്നിയിട്ടോ. അപ്പോൾ ഇത് തൊഴുപ്പാടം വേട്ടേക്കാരൻ ക്ഷേത്രമാണ്. ഞാൻ ഈ വഴി കൂടെ ആദ്യം വരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കണ്ടു. പിന്നെ ആ ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെയൊക്കെ ബാക്ക് ഭാഗത്തായിട്ട് പുഴയാണ് കേട്ടോ. അതായത് നമ്മുടെ വലത് ഭാഗത്ത് പുഴയാണ് കേട്ടോ. അപ്പോൾ ഇടത് ഭാഗത്ത് കനാലും വലത് ഭാഗത്ത് പുഴയാണ് കേട്ടോ. എന്തൊക്കെ പുരോഗമനം വന്നാലും എങ്ങനെയൊക്കെ വന്നാലും ഈ കാഴ്ചകളൊക്കെ ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ചിലർ എന്നോട് പറയും, നിങ്ങൾക്ക് ഭംഗി തോന്നിയാലേ അവിടെ ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ എന്ന് പറയും കേട്ടോ. അതില്ല എന്ന് ഞാൻ പറയണില്ല, അല്ല പറയുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതുണ്ട് പുഴ കണ്ടു. ഇനി നമ്മൾ ഈ റോഡ് നേരെ പോകുന്നത് വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തുന്ന റോഡിലേക്കാണ് കേട്ടോ. അപ്പോൾ വാഴാലിക്കാവിൻ്റെ അവിടെയും ഇതുപോലെ കനാലും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ഈ കനാലും അതൊക്കെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് വാഴാലിക്കാവാണെന്നുള്ളത്. പക്ഷേ അപ്പോൾ അബി പറഞ്ഞു അല്ല, അത് തൊഴുപ്പാടം ഭാഗമാണ്, ഇങ്ങനെ പോയിട്ട് നമ്മൾ വാഴാലിക്കാവ് വഴിക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ മായനൂർ പാലം കടന്നിട്ട് ഈ വഴി കൂടെ, രണ്ട് വഴി കൂടെയാണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ എന്തെന്നാണ് നമ്മൾ ഇവിടേക്ക് തിരുവില്ലാമലയ്ക്കും അതുപോലെ തന്നെ കൊണ്ടാഴി തൃത്തംതളി ക്ഷേത്രം വരെയും നമ്മൾ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും ഞാൻ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ റോട്ടിൽ കൂടെ സഞ്ചരിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, പഴമയുടെ ആ ഒരു ഇത് നിലനിൽക്കുന്ന രീതിയിലുള്ള വീടുകളും കാര്യങ്ങളാണ്. എല്ലായിടത്തും ഓട് വീടുകൾ, അപൂർവം ഒന്നോ രണ്ടോ വീടുകൾ മാത്രമാണ് ടെറസ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് ആ കാഴ്ചയിൽ എനിക്കതിങ്ങനെ പഴയൊരു കാലഘട്ടത്തിലേക്ക് പോയ ഒരു രീതി തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് ഈ ആല് കാണാനില്ലേ, ഈ ആല് കാണുന്നതിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേലക്കരയ്ക്കും ഒറ്റപ്പാലത്തേക്കും അതുപോലെ വടക്കാഞ്ചേരിക്കും എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അതിൽ കൂടെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വാഴാലിക്കാവിലേക്ക് പോകുന്ന റോഡ് കണ്ടോ. ഈ ചെടികൾ ശീമക്കൊന്നയുടെ കൊമ്പുകൾ വെച്ചിട്ടാണ് അവിടെ വേലികൾ കേട്ടോ. ഇതാണ് വാഴാലിക്കാവിലേക്കുള്ള വഴി കേട്ടോ. ഈ കുറച്ചും കൂടി മുമ്പിലേക്ക് പോയാൽ ഒരു ഗ്രോവിഡിനോട് ചേർന്നിട്ടൊരു വഴി കാണാം. അത് കൂടി നമുക്ക് വാഴാലിക്കാവിലേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വീട്ടിലെത്താൻ ധൃതി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നബി കൊണ്ടേ ഉണ്ടാവും വാഴാലിക്കാവിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. ഞാൻ വാഴാലിക്കാവിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. എന്നാലും എപ്പോഴും കാണുമ്പോഴും എപ്പോൾ കണ്ടാലും അത് കാണാൻ ഭംഗിയുള്ള സ്ഥലം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി നമ്മളിതിവിടെ സെൻറ്ററിലേക്ക് എത്തി. അങ്ങോട്ട് ആ റോഡ് നേരെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ചേലക്കര നേരെ പോയി നമുക്ക് ഷൊർണൂർക്കൊക്കെ പോകാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാഴക്കോട്ടയ്ക്കും പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ 3 കൂടിയ സെൻറ്ററാണത്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോന്നു. ഉദടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഉദടിയിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വാഴക്കോട്ടയ്ക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ മാരാത്തുകുന്ന് ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. തിരിച്ച് വരുമ്പോൾ നമുക്ക് ഗേറ്റ് അടവൊന്നുണ്ടായിരുന്നില്ല. പോകുമ്പോൾ 2 ട്രെയിനായി പോകാനായിട്ട് ഗേറ്റ് ഉണ്ടായിരുന്നു. അത് എന്നാണ് ഇത് അവസാനിക്കുക എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാരാത്തുകുന്ന് സെൻറ്ററിലേക്ക് എത്തി. ഇനി നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ മാരാത്തുകുന്ന് റേഷൻ കടയും, ഞാൻ പറയാറുണ്ട് സണ്ണിയേട്ടൻ്റെ കട എന്ന്, അതാ കാണുന്നതാണ് സണ്ണിയേട്ടൻ്റെ കട കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കടയുടെ മുന്നിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് നേരെ പോവാം. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോവാം. അങ്ങനെ പോവാതെ നമ്മൾ നേരെ വന്നിട്ട് റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ, കാറ് കയറ്റാൻ എളുപ്പത്തിന്. അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞാൽ പച്ച മതിൽ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ നേർക്ക് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മളിങ്ങനെ വരിക. പക്ഷേ നമ്മൾ റൗണ്ട് അടിച്ച് വന്ന് കാറ് ബാക്ക് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് പിന്നീട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.